പുതിയൊരാൾ വളർന്നു വരുമ്പോൾ പൊതുവെ ആൾക്കാർക്ക് ഒരുത്തം വളരണമുണ്ടല്ലോടാ എന്നൊക്കെ പരസ്യമായിട്ട് തന്നെ പറയുന്ന ആൾക്കാരുണ്ട്. അവൻ കയറി വരുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോണേ എന്നൊക്കെ പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അടുത്തറിയാവുന്ന ആളുകളുമുണ്ട്. അപ്പോൾ അലിയും കുടിയിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷേ ഗ്രൂപ്പിൽ പെടണം. അത് ബെൽറ്റ് ഒക്കെ ഉണ്ട്. ബെൽറ്റിൽ പെട്ടാലേ കാര്യമുള്ളൂ. ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മിമിക്രിക്കാർ അല്ലെങ്കിൽ അങ്ങനെ പരസ്പരം സഹായിക്കാത്ത ഒരു മേഖലയാണ് തോന്നുന്നത്. കാര്യം ഒരു വേണമെങ്കിൽ നമ്മുടെ റെക്കമെൻഡേഷൻ ആവാം, അല്ലെങ്കിൽ നല്ല വേഷം വരുമ്പോൾ ഒരു സജഷൻ ആവാം, അങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരു ഇതാണെന്ന് തോന്നുന്നത്. ചിലരൊക്കെ ചെയ്യാറുണ്ട്. എല്ലാവരും ചെയ്യാത്തവരാണെന്ന് ബഹുഭൂരിപക്ഷം ചെയ്യാത്തവരല്ല. കുറേ പേരൊക്കെ ചെയ്യുന്നുണ്ട്. കുറേ പേരൊക്കെ അത് വേണ്ടാന്ന് വെക്കാറുണ്ട്. മിമിക്രിക്കാർ തന്നെ ചിലപ്പോൾ സിനിമ പിടിക്കുമ്പോൾ ഇതിൽ മിമിക്രിക്കാരേ വേണ്ട എന്ന നിശ്ചയദാർഢ്യത്തോടെ സിനിമ ചെയ്യുന്ന മിമിക്രിക്കാരുമുണ്ട്. അങ്ങനെയുള്ളവരും ഉണ്ട്. ഈ പ്രശാന്ത് കാഞ്ഞിന് മറ്റൊരു താരമാവാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? അവൻ അങ്ങനെ വളരണ്ട. അതെനിക്കറിഞ്ഞുകൂടാ. അത് അങ്ങനെ എനിക്ക് അങ്ങനെ ആർക്കും എന്നോട് ശത്രുത വെക്കേണ്ട ഒരു കാര്യവും ഇല്ല. അങ്ങനെ ഒരു ശത്രുത വെക്കാനും മാത്രം ഒരു കാര്യം ഞാൻ ആരോടും ചെയ്തിട്ടുമില്ല. പിന്നെ അങ്ങനെ ആർക്കാ തോന്നുന്നുണ്ട്? അങ്ങനെയൊന്നുമില്ല എനിക്ക്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഇപ്പം എന്താ പറയുക, നമ്മൾ പുതിയൊരാൾ വളർന്നു വരുമ്പോൾ പൊതുവെ ആൾക്കാർക്ക് ഒരുത്തം വളരണമുണ്ടല്ലോടാ എന്നൊക്കെ പരസ്യമായിട്ട് തന്നെ പറയുന്ന ആൾക്കാരുണ്ട്. അവൻ കയറി വരുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോണേ എന്നൊക്കെ പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അടുത്തറിയാവുന്ന ആളുകളുമുണ്ട്. പക്ഷേ വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന മനസ്സുള്ളവരുമുണ്ട്. അത് ബഹുജനം പലവിധമല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. അതിങ്ങനെ പല സ്ഥലത്തുനിന്നും നമുക്ക് മോട്ടിവേഷനും ഡീമോട്ടിവേഷനും കിട്ടുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇപ്പോഴത്തെ അത് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്ത് ചോദിക്കുകയാണ്. ഇപ്പം തന്നെ ഉണ്ണി മോഹൻ്റെ ടൊവിനോയുടെ ഇടയ്ക്ക് ഒരു വിഷയം വന്നല്ലോ. ആ പടം ഹിറ്റായപ്പോഴത്തേക്ക് ഉണ്ണി മോഹൻ അങ്ങനെയൊക്കെ ഒരു ഇടയ്ക്കൊരു വാർത്ത വന്നല്ലോ. ഈ യുവതാരങ്ങൾക്കിടയിൽ ഒരു മത്സര ബുദ്ധി ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ആരോഗ്യപരമായ മത്സരമുള്ളവരുമുണ്ട്, അനാരോഗ്യപരമായ മത്സരമുള്ളവരുമുണ്ട്. അവൻ തകരണം എന്ന് വിചാരിച്ച് മനസ്സിൽ ചിന്തിക്കുന്നവരുണ്ട്. ആരോഗ്യപരമായ മത്സരമാകാം, അത് നല്ലതാണ്. ഇൻഡസ്ട്രിക്ക് നല്ലതല്ലേ, നമുക്ക് നല്ലതല്ലേ. ഇപ്പോൾ ഞാനൊക്കെ വരുന്ന സമയത്തും ഈ മിമിക്രി രംഗത്തും ആരോഗ്യപരമായ മത്സരം കാത്തു സൂക്ഷിച്ചിരുന്ന ആളുകളുണ്ട്. അത് നല്ല കാര്യമാണ്. നമ്മൾ കുറേ കൂടി മെച്ചപ്പെടാനത് നല്ലതാണ്. എനർജറ്റിക് ആകും. പിന്നെ അവനേക്കാളും നന്നായിട്ട് എനിക്ക് പെർഫോം ചെയ്യണം, അവന് കിട്ടുന്ന പ്രോഗ്രാമിനേക്കാൾ കൂടുതൽ പ്രോഗ്രാം എനിക്ക് വേണം എന്ന് പറയുന്നത് നമ്മുടെ വളർച്ചയ്ക്കും ഒരുപക്ഷെ അവരുടെ വളർച്ചയ്ക്ക് അവനും ഒക്കെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. ഇത് തമ്മിത്തല്ലും പോരും, അല്ലെങ്കിൽ ഫാൻസുകാർ മറ്റേ കരിയോയിൽ ഒഴിക്കുക, മറ്റേ കട്ടോട്ടൻ്റെ മുകളിൽ, അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ പോയി കല്ലെറിയുക, മറ്റേ ഇവനെ പിരികേറ്റി മാനേജരെ പിരികേറ്റി അവനെ തല്ലിക്കുക, ഇവനുമായിട്ട് വഴക്കുണ്ടാക്കി, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ഇത് മറ്റൊരു തലത്തിലേക്ക് പോണത്. അത് ഒരു ഫീൽഡിലും അതത്ര വലിയ എന്താ പറയുക അനുവദനീയമല്ല. മീൻസ് അതൊരു നല്ല കാര്യമല്ല. അങ്ങനെ നടക്കുന്നതൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ചുറ്റും കണ്ടുകൊണ്ടിരിക്കണമല്ലേ ഇതൊക്കെ. എത്രയോ സംഭവങ്ങൾ നമുക്ക് അനാരോഗ്യപരമായിട്ട് നമ്മളിത് കാണുന്നു, നമുക്കത് മനസ്സിലാവുന്നു. അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പോക്ക് ഇത് എങ്ങോട്ടാണ്. എന്നാൽ സിനിമയ്ക്ക് ഗുണമുള്ളൊരു കാര്യങ്ങളല്ല. അതെ, അല്ല ഞാൻ പറഞ്ഞാൽ ഇതിപ്പോൾ സിനിമയിൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പ്, ഒരു കോക്കസ്, ഇപ്പം ആ ടീമുകൾ വെച്ച് കളിച്ചു പോകുന്നു, അവർ മാത്രമേ ഉള്ളൂ. ഇത് താങ്കൾ ഒരു ഗ്രൂപ്പിൽ പെടാത്തതുകൊണ്ടാണ് കുറേ അവസരങ്ങൾ നഷ്ടപ്പെടുന്നത്. ഏതെങ്കിലും ഗ്രൂപ്പിൽ പെടണോ, അല്ലെങ്കിൽ കുറച്ച് വലിയും കൂടി അറിഞ്ഞിരിക്കണോ? വലിയും കുടിയിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷേ ഗ്രൂപ്പിൽ പെടണം. അത് ബെൽറ്റ് ഒക്കെ ഉണ്ട്. ബെൽറ്റിൽ പെട്ടാലേ കാര്യമുള്ളൂ. നമ്മൾ ആ ബെൽറ്റിൽ ചെന്നൊക്കെ പെടുക എന്നൊക്കെ പറയുന്നൊരു കാര്യങ്ങളൊക്കെ സംഭവിക്കണം. മിമിക്രിക്കാരുടെ ഒരു ബെൽറ്റൊക്കെ അങ്ങനെ വന്നാൽ ഈ പറഞ്ഞ പോലത്തെ ചില ആൾക്കാർ ഒഴിവാക്കിയിട്ട് വേറെ അങ്ങനെയൊക്കെ വരാം. മീൻസ് അത് ഓരോ താല്പര്യങ്ങളല്ലേ. ഇപ്പം നമ്മളുടെ കൂടെ വന്നൊരു കോക്കസ് പിടിച്ച് ഒപ്പം നിൽക്കുക എന്ന് പറയുന്നത് ആ ബെൽറ്റിലുള്ള ഈച്ച് ആൻഡ് എവരി വൺ ആൾക്കാർക്ക് തോന്നുന്ന താല്പര്യങ്ങളുടെ ഒക്കെ പുറത്താണ്. അല്ല, അങ്ങനെ ബെൽറ്റിൽ ഒരു ഗ്രൂപ്പ് ഭാഗമാകാൻ ശ്രമിക്കാത്ത എന്തുകൊണ്ടാണ്? അങ്ങനെ ശ്രമം നടത്തുന്നില്ലല്ലോ. ബെൽറ്റിൻ്റെ ഭാഗമാകാൻ നമ്മൾ ശ്രമിച്ചിട്ട് നടക്കുന്ന കാര്യമല്ല, അതങ്ങനെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ ഇടിച്ചു കയറി ചെന്നൊരു ബെൽറ്റിലേക്ക് അങ്ങോട്ട് എൻട്രി കിട്ടും ഉണ്ടെന്നും പറഞ്ഞ് അവരോട് പോയി നിന്ന് അവർ അംഗീകരിക്കുമോ? അവരും കൂടി മനസ്സ് വയ്ക്കണ്ടേ, അല്ലെങ്കിൽ പിന്നെ നമുക്കങ്ങനെ കിട്ടുന്നത്. അതുണ്ട്. ബെൽറ്റ് ഉണ്ടെങ്കിൽ വളർച്ച എളുപ്പമാണ്. ഒറ്റയ്ക്ക് നിന്ന് പൊരുതാൻ പറ്റുന്നൊരു മേഖലയല്ല കലാരംഗം. നമ്മുടെ കൂടെ, നമ്മുടെ പുറകിൽ ആൾ വേണം, നമുക്ക് മുന്നിൽ നമ്മളെ നയിക്കാൻ ആൾ വേണം, ഗോഡ് ഫാദർ വേണം, അതിനൊരു ബെൽറ്റ് വേണം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലിയൊക്കെ വളർച്ച വരും. അവർ ചെയ്യുന്ന സിനിമകളിൽ നമ്മൾ വരും, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഓരോ വർക്കുകളിലേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി ഉൾപ്പെട്ട് പോകുമല്ലേ. ഈ ബെൽറ്റ് അടുത്ത പടം ചെയ്യുന്നു, ഇപ്പം എന്തായാലും അതിനകത്തുണ്ടാവുമല്ലോ. അത് വേണം. ശരിക്കും മനസ്സിന് ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഞാൻ സംതൃപ്തനായി എന്ന് തോന്നുന്ന ഒരു വേഷം ഏതായിരിക്കും? എടുത്ത് എത്ര 30ഓളം പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും സിനിമയിൽ അങ്ങനെ എടുത്തു പറയത്തക്ക വേഷങ്ങളൊന്നും ഞാൻ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതായത് പിന്നെയും ഇഷ്ടപ്പെട്ട് കൊള്ളാം, അല്ലെങ്കിൽ
ഇതൊരു ക്യാരക്ടറായി എന്നൊക്കെ തോന്നിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യയാണെങ്കിലും എനിക്കിഷ്ടപ്പെട്ട ഒരു വേഷമാണ്. പിന്നെ നിന്നിഷ്ടം എന്നിഷ്ടം 2 അത് അധികമാരും കണ്ടില്ല എങ്കിലും അതിലൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. പിന്നീട് വന്നതിൽ അങ്ങനെ പറയത്തക്കതായിട്ടൊന്നുമില്ല. എല്ലാം ഈ പറഞ്ഞ പോലെ സിനിമയ്ക്ക് അനിവാര്യമായ കാര്യങ്ങളിൽ പെട്ട് നിന്നു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതാര് ചെയ്താലും അങ്ങനെ തന്നെ ഇരിക്കും എന്ന് തോന്നുന്ന കഥാപാത്രങ്ങളെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഈ പിഷാരടിയൊക്കെ നല്ലൊരു സൗഹൃദം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലേ? അദ്ദേഹത്തിന് പടത്തിലും വിളിച്ചിട്ടുണ്ട് പഞ്ചവർണ്ണ. പിഷാരടി എൻ്റെ അന്നും എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. എപ്പോഴും വിളിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പം അത് കുറവാണ്, കാരണം അദ്ദേഹത്തിന് നല്ല തിരക്കുണ്ട്. പിന്നെ അത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് പിഷാരടി. അപ്പോൾ പണ്ട് മുതലേ എനിക്കൊരു 97 കാലഘട്ടം മുതലേ പിഷാരടിനെ അറിയാം. ഏകദേശം ഒരു 10-30 വർഷത്തിനടുത്തായി പിഷാരടിയായിട്ടുള്ള ബന്ധം. അപ്പോൾ അന്നും ഇന്നും എപ്പോഴും എന്തൊരു കാര്യത്തിനും നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ പിഷാരടി ഇങ്ങനെ സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ച് ഞാൻ ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞു, പിഷു നമ്മളെയൊന്നും വിളിക്കണമല്ലോ, എനിക്കൊരു ചെറിയ വേഷം എന്താ എന്ന് പറഞ്ഞ് പിഷാരടി പറഞ്ഞു, എടാ നിനക്ക് പറ്റിയൊരു ക്യാരക്ടർ ഇല്ല ഇതിൽ, നീ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും കുഴപ്പമില്ല, ഒരു സീനെങ്കിൽ ഒരു സീൻ, ഡയലോഗ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഞാൻ പറഞ്ഞു, കാരണം എനിക്ക് ഇഷ്ടമാണ് പിഷാരടിനെ. അപ്പോൾ പിഷാരടി ചെയ്യുന്നൊരു വർക്കിൽ അതിൻ്റെ ഒരു ഭാഗമായി മാറാമല്ലോ, ആ സിനിമയുടെ ജാതകത്തിൽ നമ്മുടെ പേരും കൂടി ചേർക്കപ്പെടുമല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു, ഉണ്ടെങ്കിൽ പറ, ഇല്ലെങ്കിൽ വേണ്ട കുഴപ്പമില്ല, അടുത്ത പടത്തിലായാലും പരിഗണിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് വിട്ടു. അതിനുശേഷം ഞാൻ വിളിക്കില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. 1-2 തവണ ഞാൻ ലൊക്കേഷനിലൊക്കെ ഇവിടെ അടുത്തായിരുന്നു ഷൂട്ടിങ്ങൊക്കെ. അപ്പോൾ ഞാൻ ഷൂട്ടിങ് കാണാൻ പോയി. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം തന്നെ യാദൃശ്ചികമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, എടാ പെട്ടെന്ന് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്താ? നിനക്ക് ഇത് ഇവിടെ എരമല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു സ്വപ്ന വെഡ്ഡിങ് സെൻറ്റർ എന്തൊരു അവിടെ വരണം, ഒരു സീൻ ജോർജുമായിട്ട് ഒരു സീൻ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലെ സെയിൽസ്മാനായിട്ട് ചെയ്യാവുമെന്ന് ചോദിച്ചു. പിന്നെന്താ, അങ്ങനെ ഇവിടുന്ന് വേഗം അവിടെ ചെല്ലുന്നു. അന്ന് മണിമൂൾ രാജേട്ടൻ്റെ പ്രൊഡക്ഷനാണ്. അങ്ങനെ ഒരു ഭാഗ്യം കൂടി എനിക്ക് കിട്ടി. കാരണം മലയാള സിനിമയിലെ ഏറ്റവും നല്ല ഭക്ഷണം, അത് യാതൊരുവിധ പക്ഷാഭേദമില്ലാതെ അതായത് എല്ലാവർക്കും, പ്രൊഡക്ഷൻ ബോയ്ക്കും സൂപ്പർ സ്റ്റാറിനും കൊടുക്കുന്ന ഒരേ ഫുഡ് കൊടുക്കുന്ന ഒരു പ്രൊഡക്ഷനാണ് മണിമൂൾ രാജേട്ടൻ്റെ പ്രൊഡക്ഷൻ. ആ പ്രൊഡക്ഷനിൽ നിന്ന് നല്ല ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം. ഞാൻ ചെന്നത് ഒരു 12 മണിക്ക്. അപ്പോൾ ഞാൻ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്രേക്കായി. ഭക്ഷണമെന്ന് എനിക്ക് പറഞ്ഞു, നല്ല തെരണ്ടി വറുത്തരച്ച് വെച്ച് തെരണ്ടി കറിയൊക്കെ മണിമൂൾ രാജേട്ടൻ തന്നെ വിളമ്പി തന്നു. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് അന്ന് ആ സീൻ അഭിനയിച്ച് എൻ്റെ ഒരു 3 മണിയായപ്പോൾ സീൻ തീർന്നു, പോന്നു. അപ്പോൾ അങ്ങനെ ആ സിനിമയുടെ ഭാഗമാകാനും പറ്റി. അതുകൊണ്ട് ഒരു ട്രോഫി ഇവിടെ ഇരിക്കും. അങ്ങനെ അത്രയും കഴിവില്ലാത്ത ആളല്ല, തെളിയിച്ച ആളാണ്. അത്രയും ചെറിയ വേഷത്തിനൊക്കെ പോകേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കാറുണ്ടോ? അല്ല, ഞാനതൊരു എന്താ പറയുക, നമ്മൾ ചെറുതാണെങ്കിലും വിളിക്കുന്നവർക്കൊരു മര്യാദ വേണം, അല്ലെങ്കിൽ പോകുന്ന നമുക്കൊരു മര്യാദ വേണം. അല്ല, എനിക്ക് അങ്ങനെ അത് അവനെന്നോട് വിളിച്ച് ചോദിച്ചു, എടാ ഇത് ഇങ്ങനെയുള്ളൂ, 2 ഡയലോഗേ ഉള്ളൂ, ചെയ്യാൻ പറ്റുമോ നിനക്ക്, നീ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, വരാൻ പറ്റുമെങ്കിൽ ഇതിന് മുമ്പ് വാ, ഇല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചോളാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആ സിനിമയുടെ ഒരു ഭാഗമാകുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമല്ലേ പിഷാരടി. പിഷു ചെയ്യുന്നൊരു പടം, അല്ലെങ്കിൽ പിഷു എന്നെ ആവശ്യമുണ്ടെങ്കിൽ എന്തിനും വിളിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു മാറ്റി നിർത്തലില്ലാത്ത ആളാണ്. എല്ലാ കാര്യത്തിനും ഞാൻ ആപ്റ്റാണെന്ന് കണ്ടാൽ എന്നെ വിളിക്കും. അതാരെയും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഏറ്റക്കുറച്ചിലൊന്നുമില്ല, ആരോടും ഇല്ല. പിന്നെ ഇതുവരെയും ദേഷ്യപ്പെട്ട് കാണാത്തൊരു മനുഷ്യനാണ്. ഇതുവരെയും ആരുമായിട്ട് വഴക്കടിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുന്ന ഒരാളാണ്. ആ വിഷയമായിട്ട് എന്നെ വിളിച്ചിട്ട് നിനക്ക് പറ്റുമെങ്കിൽ മതി, അങ്ങനെയുള്ള സംസാരം, പറ്റുമെങ്കിൽ മതി. ഞാൻ പറഞ്ഞു ശരി, അങ്ങനെ പോയി ചെയ്തത്. അതെൻ്റെ ഒരു ഇഷ്ടം. അത് എന്താ പറയുക, സിനിമയുടെ ഭാഗമാകുക എന്നുള്ള പറയുന്ന ഒരു സിനിമയും കൂടി നമ്മുടെ എണ്ണത്തിൽ വന്നു. അല്ലെങ്കിൽ ആ സിനിമയുടെ ഒരു ചരിത്രത്തിൽ ഞാനും ഉൾപ്പെട്ടു. റോളിന്റെ വലിപ്പം ചെറുപ്പമൊന്നുമല്ല, ഏതും കിട്ടിയാലും നമ്മൾ സ്വീകരിക്കാൻ കാഞ്ഞിരമറ്റം എന്ന് പറയും വീട്ടിൽ നമ്മൾ. അതെ അതെ.